ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇതെന്താണെന്ന് അറിയാവോ? മസാല ഇഡലിയാണ് കേട്ടോ. നല്ല സോഫ്റ്റായ ഇഡലിയാണ് ഇത്. നോക്കിയേ. അപ്പം നമുക്കിത് വേറെ കറികളൊന്നും വേണ്ട ഇഡലിക്ക്. അപ്പോൾ ഇത് മാത്രം മതി. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം മസാല ഇഡലിക്ക് വേണ്ടത് ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, 2 സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, 1 തക്കാളി, 1 പച്ചമുളക്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 1 പച്ചമുളക് എടുത്തത്. ആദ്യം നമ്മൾ ഇഡലിക്കകത്ത് വെക്കാനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉള്ളി, പച്ചമുളക്, തക്കാളി എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊന്ന് ഇളക്കണം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാലയൊക്കെ വെന്ത ശേഷം ഞാൻ ഇടാറുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിനി വേറെ ഇഡലിക്ക് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ കുരുമുളക് പൊടി മാത്രം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ, മുളക് പൊടിക്ക് പകരം. ഇനി ഈ മസാലയൊന്ന് ഇളക്കിയ ശേഷം ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോഴേക്കും എൻ്റെ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഇഡലി ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പം ഞാൻ തട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ വേറെ ചമ്മന്തിയോ സാമ്പാറോ ഒന്നും വേണ്ട, ഇത് മാത്രം നമുക്ക് കൂട്ടി കഴിക്കാവുന്നതാണ്. നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചമ്മന്തിയും സാമ്പാറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇത് സ്കൂളിൽ കൊടുത്തുവിടാനും പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇനി വീണ്ടും നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുക്കണം. ആദ്യത്തെ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾ. ആദ്യത്തെ തട്ട് ഞാൻ വെച്ചു. ഇനി രണ്ടാമത്തെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഇഡലി റെഡിയായി നോക്കാം. അപ്പോൾ ഇഡലി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, ഇഡലിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ മസാല ഇഡലി റെഡി ആയിട്ടുണ്ട്.
നല്ല സോഫ്റ്റായ ഇഡലിയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വേറെ കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്സ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.